അവർ വന്ദേ ഭാരതിലാട്ടോ വന്നത്, അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛനും അനിയനും ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ പോകുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവരിങ്ങോട്ട് വരുമ്പം ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1 വേ എങ്കിലും വന്ദേ ഭാരതിൽ വരണമെന്ന്. കാരണം ഇതുവരെ അച്ഛനും അനിയനൊന്നും വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കറക്റ്റ് അതിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടോ. തിരിച്ച് പോകുമ്പോൾ അവർക്ക് ജനശതാബ്ദി ആയിരുന്നു, കാരണം വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ അവരെത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ റൂമിലേക്ക് വന്നു, ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട്. കാരണം അവർ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമുക്ക് വേഗം ലഞ്ച് കഴിക്കാൻ പോകണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവരൊന്ന് അവിടെ റൂമിൽ സെറ്റിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഗൂഗിളത്തിന് തന്നെ താഴത്ത് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇതാട്ടോ നമ്മൾ താമസിച്ചിരുന്ന റൂം. ആക്ച്വലി നമ്മളല്ല, അച്ഛനും അമ്മയും അനിയനും താമസിച്ചിരുന്ന റൂം. ഞാൻ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു നിന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു പിന്നെ ഈ സാധനങ്ങൾ, എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ മടിച്ചിട്ട് എന്തായാലും അടുത്തല്ല, അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഫ്ലാറ്റിൽ തന്നെ നിൽക്കാമെന്ന്. നല്ല വ്യൂ ഉള്ള അടിപൊളി റൂമാട്ടോ. ഞാൻ പ്രത്യേകം ഈ ഒരു വ്യൂ ഉള്ള ബ്രിഡ്ജ് വ്യൂ ഉള്ള റൂമിന് ചൂസ് ചെയ്തതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ താഴത്ത് വന്നിട്ട് എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു. ഞാൻ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്, കാരണം ഞാൻ കുളിച്ചിട്ടൊക്കെ ആയിരുന്നു വന്നത് അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട്. പക്ഷേ അച്ഛനും അനിയനൊക്കെ അവർ ചിക്കൻ ബിരിയാണി കഴിച്ചു, കാരണം അവർക്ക് പിന്നെ എന്തായാലും ഫ്രഷ് ആവാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്യൂരിയോസിറ്റിയുള്ള പരിപാടിയാണല്ലോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് അറിയേണ്ടത്. പിന്നെ ഞാനത് മറന്നുപോയി ആക്ച്വലി ഫസ്റ്റ് വന്ന സമയത്ത് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ യൂഷ്വലി ഉള്ള സാധനങ്ങൾ തന്നെ, ബിയർ, കുറച്ച് ബീവറേജസ്, പിന്നെ ബിസ്ക്കറ്റ്സ്, ലേസ്. അത് ഭയങ്കര ഒരു ഏത് ഹോട്ടലിൽ പോലും അവരെന്താ അവിടെ വെച്ചിട്ടുള്ളത് നോക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. റൂമൊക്കെ അടിപൊളിയായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല റൂമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്ക് മൂന്നാൾക്കും കൂടി ഓൾമോസ്റ്റ് ഒരു 7,000 സംതിങ്, ഓൾമോസ്റ്റ് 8,000 ആയിട്ടുണ്ടായിരുന്നു. നല്ല റൂമാണ്. പിന്നെ ആക്സസിബിലിറ്റിയും എല്ലാ സ്ഥലത്തേക്കും പോകാൻ അത് നോക്കിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ റൂം എടുത്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം അവരിവിടെ ഉള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ അത്യാവശ്യം കുറേ സ്ഥലത്തൊക്കെ പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി അമ്പലങ്ങളിൽ പോകാനാണ്. കാരണം അവരൊന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടില്ല. പിന്നെ കരിക്കകം പോകാനുണ്ടായിരുന്നു, ആറ്റുകാലിൽ പോകാനുണ്ടായിരുന്നു. ആറ്റുകാലിൽ ഞാനും പോയിട്ടില്ല കേട്ടോ. പിന്നെ പഴവങ്ങാടി പോകാനുണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ പോകാനുണ്ട്. പിന്നെ എൻ്റെ ഫ്ലാറ്റ് കാണാൻ വരണം.